ഇന്നത്തെ മത്സരത്തിൽ RCBയും ഗുജറാത്തുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ RCB കളി തോറ്റിരിക്കുകയാണ്. ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPLിലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. RCB ഇന്ന് 155 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മറുപടി ബാറ്റിംഗിൽ ഈസി ആയിട്ടാണ് ഗുജറാത്ത് കളി ജയിച്ചത്. RCB തോറ്റപ്പോൾ പോയിന്റ് ടേബിളിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. നിലവിൽ 10ാം സ്ഥാനത്ത് ലക്നൗ ആണ്. അവർക്ക് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. ലക്നൌവിന് പ്ലേ ഓഫിലെത്താൻ സാധ്യത തീരെ കുറവാണ്. ഇനി കൊൽക്കത്തയുടെ കാര്യമെടുത്താൽ അവർക്ക് 8 മാച്ചിൽ നിന്ന് 5 പോയിന്റ് ഉണ്ട്. അവർക്കും പ്ലേ ഓഫിലെത്താൻ സാധ്യത കുറവാണ്. നിലവിൽ 1ാം സ്ഥാനത്ത് 13 പോയിന്റോടെ പഞ്ചാബ് ഉണ്ട്. 8 കളിയിൽ നിന്ന് 6 കളിയും അവർ ജയിച്ചിരിക്കുകയാണ്. പഞ്ചാബ് 95% പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഇതേസമയം 2ാം സ്ഥാനത്ത് RCB ആണ്. അവർക്ക് 12 പോയിന്റ് ഉണ്ട്. ഇന്നത്തെ മാച്ചിൽ ജയിച്ചെങ്കിൽ RCB പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് എത്തിയേനെ. പക്ഷേ അവർക്കതിന് ഭാഗ്യമില്ല. എങ്കിലും RCB 90% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ 3ാം സ്ഥാനത്തുള്ളത് ഹൈദരാബാദാണ്. അവർക്കും 12 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ഹൈദരാബാദിനും പ്ലേ ഓഫ് സാധ്യതയുണ്ട്. ഇനി 4ാം സ്ഥാനത്ത് രാജസ്ഥാനാണ്. അവർക്കും 12 പോയിന്റ് ഉണ്ട്. 80% മുകളിൽ പ്ലേ ഓഫ് സാധ്യത രാജസ്ഥാനുമുണ്ട്. ഇന്നത്തെ മാച്ച് ജയിച്ചപ്പോൾ ഗുജറാത്തിന് 10 പോയിന്റ് ആയിട്ടുണ്ട്. പക്ഷേ ഗുജറാത്ത് ഇപ്പോഴും 5ാം സ്ഥാനത്താണ്. ഇനി ഡൽഹിയുടെ കാര്യമെടുത്താൽ അവർക്ക് 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. അവർക്ക് പ്ലേ ഓഫ് സാധ്യത കുറവാണ്. ഇനി അവസാനം ചെന്നൈ ടീമിൻ്റെ കാര്യം നോക്കിയാൽ അവർക്ക് 6 പോയിന്റ് ഉണ്ട്. 3 എണ്ണത്തിൽ മാത്രമേ ചെന്നൈ ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ മാച്ചിലും ചെന്നൈക്ക് ജയിക്കണം. ഇല്ലെങ്കിൽ പ്ലേ ഓഫിൽ കിടക്കാൻ സാധ്യത കുറവാണ്. ഇതേസമയം മുംബൈ ടീം 9ാം സ്ഥാനത്താണ്. 4 പോയിന്റ് മാത്രമേ മുംബൈക്കുള്ളൂ. ഇനിയുള്ള എല്ലാ മാച്ച് ജയിച്ചാലും മുംബൈക്ക് പ്ലേ ഓഫിലെത്താൻ സാധ്യത തീരെ കുറവാണ്. അതുകൊണ്ട് മുംബൈ പുറത്തായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.